ഫസ്റ്റ് ടൈം നമ്മളിവിടെ വന്നപ്പം ലൈക്ക് ലിറ്ററലി അവള് എൻ്റെ കണ്ണിലോട്ട് കുറേ നേരം ഇങ്ങനെ നോക്കി ഞാനും അവളുടെ ആ ഒരു മൊമെന്റ് പറയില്ലേ, ഈ കണ്ണും മൊമെന്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങനെ സ്റ്റക്ക്. അപ്പോൾ ഓക്കെ ഐ ഫെൽ ലൈക്ക് ഓക്കെ ദിസ് ഇസ് ഇറ്റ്, ഇത് തന്നെ എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഹൽദിയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന്. ഹൽദി ഭയങ്കര ആഘോഷമാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളെല്ലാവരും കൂടി. സോ ഇന്ന് ഞങ്ങളുടെ കസിൻസ് ഗ്രൂപ്പിലെ ഏറ്റവും ചില്ലായ ഒരു പേഴ്സന്റെ ഹൽദിയാണ്. വിഷ്ണു ശരിക്കും ഞങ്ങൾ പണ്ടൊക്കെ ചോദിക്കായിരുന്നു അവനത്ത് നീ എപ്പോഴാണ് കല്യാണം കഴിക്കുന്ന പറയുമ്പോൾ അവൻ പറയാം മിനിമം 32 ആവണമെന്ന്. ഇതിപ്പോ അവൻ 29 ആകുമ്പോഴേക്ക് അതെ ദൃശ്യം കണ്ടപ്പോ പറ്റുന്നില്ല. അതെ ദൃശ്യം കണ്ടപ്പോ അവൻ ഇംപ്രസ് ആയത് മതിയെന്നങ്ങ് വിചാരിച്ചു. അവന് പെട്ടെന്ന് അവന്റെ കണക്ഷൻ കിട്ടി, അവൻ ഭയങ്കര ഹാപ്പി ആയി. ഇപ്പൊ നമ്മളിപ്പോ ബാച്ചിലർ പാർട്ടിക്കൊക്കെ പോകുമ്പോഴും അവൻ ദൃശ്യനെ കുറിച്ച് പറയുമ്പോൾ വി ക്യാൻ സീ അവന്റെ ഐസൊക്കെ സ്പാർക്കിൾ ആകുന്ന നമുക്ക് കാണാൻ പറ്റും. വി ആർ വെരി ഹാപ്പി ദാറ്റ് ഹി ഫൗണ്ട് ഹിസ് കണക്ഷൻ. നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഹിന്ദി, ഗുജറാത്തി, മലയാളി എല്ലാം കൂടി ചേരിയ ഒരു കൾച്ചറാണ് നമ്മളുടെ. കാരണം ഹൽദി പരിപാടി ഞാൻ ചേച്ചിന്റെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലും സ്വന്തം ഹൽദി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ഹൽദി ഫംഗ്ഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ. അതായത് സംഗീതമുണ്ട്. സോ അതെ അതെ ബാക്കി നമ്മൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ദൃശ്യയുടെയും വിഷ്ണുവിന്റെയും ഹൽദി സെറമണി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൈക്ക് ഒരു ബ്രദർ സിസ്റ്ററിനെക്കാട്ടിലും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെയാണ്. പിന്നെ അവരിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാം പറയാം. ദൃശ്യനെ കണ്ടതിന് ശേഷം അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കറക്റ്റ് എന്താണോ അവൻ ആഗ്രഹിച്ച പോലെ ഒരു കുട്ടീനെ കിട്ടി. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഒരു വിഷ്ണു എന്ന് പറയുന്ന നല്ലൊരു പയ്യൻ, ഒരു മോനെ കൂടെ കിട്ടിയെന്ന ഒരു നല്ലൊരു ആശ്വാസത്തില്. പിന്നെ അവളുടെ ഫാമിലി അടിപൊളിയാണ്, നല്ല കമ്പനിയും. അപ്പോൾ ഞാൻ ഓക്കെ അങ്ങനെ ഇച്ചുവും ഞാനും അങ്ങനെ സംസാരിച്ച് അങ്ങനെ കൂടുതലും കമ്പനിയായി. ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ് ഇന്ന്. ലൈക്ക് നമ്മുടെ കസിൻസിലെ ഓരോ ആൾക്കാരുടെ കല്യാണം വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇനി എന്തായാലും നമ്മളിനി അടിച്ചു പൊളിക്കാൻ പോകണം. അപ്പോൾ ആയോ നമുക്കിനി അടിച്ചു പൊളിച്ച് അടുത്തിലോട്ടോ ഇനി സംഗീതവും അതിലോട്ടൊക്കെ പോവാം. നമ്മുടെ ബ്രൈഡ് ടു-ബിയും ഗ്രൂം ടു-ബിക്കും കിട്ടിയിട്ടുള്ള കുറച്ച് ഗെയിംസ് ആണ്. പേപ്പേഴ്സ് ബ്രൈഡ് ടീം നിങ്ങൾ പിന്നിലോട്ട്. ലെഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല ഇങ്ങോട്ട് വരുന്നില്ലേ? ഞാൻ ഇതൊക്കെ ശരിയാക്കുന്നത് പിന്നെ എന്റെ സുഹൃത്താണ് ചീത്ത പറയുന്നല്ലോ. എന്റെ സാധനേ അത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മള് മോളിപ്പം വരും, വീട്ടിൽ പറഞ്ഞ് പോയി സാരി എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. സാരി എടുത്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും. അതെന്താന്ന് വെച്ചാൽ അവിടെ കുറെ ബ്രൈഡ് വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. മിസ്സായിട്ടുണ്ടോ?
കൊള്ളാം. ഞങ്ങൾ 3 പേരെന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. എന്തും പറയാനുള്ള ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச കല്യാണം നമ്മുടെ വരാൻ പോകുന്ന മകനെ കുറിച്ച് അത് നമുക്ക് മരുമകനല്ല മകൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ അവൾക്ക് ഒരു കുടുംബം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല അത് നമ്മൾ അവള് ഇൻബിൽറ്റ് ആണ്. കമഴ്വത് പോലെ ദൈവിക ബന്ധം കാണും ദീപം ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து വര സുമംഗലി മാതരാരത്തി എടുക്ക മനവരെ കാണും ശുഭദിനമേ. ഇച്ചിരി അങ്ങനെ ആ ഒരു വേഷത്തിൽ കണ്ടപ്പോ സന്തോഷവും സങ്കടവും ഒപ്പം വന്നിട്ട് നമുക്ക് ഇമോഷണലായി എല്ലാവരും കണ്ണു നിറഞ്ഞു പോയൊരു നിമിഷമായിരുന്നു. സിന്ദാഴ മംഗൈ വണ്ണം മൈ കൊണ്ട കണ്ണും മിന്നും വരനാലും നെഞ്ചിൽ വാഴെല്ലാം വാൻ സിന്ദും തേനാരമുദം കൈപിടിച്ച് കൊടുക്കുന്നതെല്ലാം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു രംഗമായിരുന്നു. പൂരണം മാലയസിയ സന്തനവാസം കൂടി വര മാലൈ മഞ്ചൾ മന്ദിര ഒലി കണ്ണുക്ക് നിറഞ്ഞ കല്യാണം ഇച്ചു ആൻഡ് വിഷ്ണു ഇത് എനിക്കിത് കിസി പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവിടും. ആ ചേച്ചിയുടെ ചെക്കൻ ഈ ഫുഡ് സെറ്റിന്റെ ബാക്കിൽ നടക്കുന്നത് ഞാൻ ആദ്യത്തെ കാണും. അയ്യോ എനിക്ക് വെള്ളം വേണോ? മലേഷ്യയിൽ എന്താ കിടന്നത്? ചോക്ലേറ്റ്. അത് വെറുതെയിരുന്നെങ്കിൽ ഇരിക്കായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് ഈ പെണ്ണിനെ ഞാൻ ഡ്രൈവർ ചെയ്യുന്നത് എവിടെയെങ്കിലും അതൊന്നുമില്ല ഇല്ല പിന്നെ ഇല്ല